CPIനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവിനെയും പിന്തുണയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഞങ്ങളുടെ നയം വ്യക്തമാണ്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഉറച്ച നിലപാട് ദേശീയ അടിസ്ഥാനത്തിലും സംസ്ഥാന അടിസ്ഥാനത്തിലും എടുക്കുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ ഇപ്പോൾ ഇവിടെ സമാപിച്ചപ്പോൾ ഇതിന് അംഗീകരിച്ചിട്ടുള്ള പ്രമേയത്തിൽ പറയുന്നത് 4 വോട്ടിന് വേണ്ടി ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. ഒരു ഗവൺമെൻറ് ഒരു പഞ്ചായത്ത് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ കിട്ടുന്നതിന് വേണ്ടിയോ നിലവിലുള്ള ഞങ്ങളുടെ നയം മാറ്റുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. അപ്പോൾ അത് തന്നെയാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ 5 വർഷക്കാലം അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലുണ്ട്. എന്ത് ചെയ്തില്ല എന്ന് പറയട്ടെ, പ്രതിപക്ഷം പറയട്ടെ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനോട് താല്പര്യമുള്ളവർ പറയട്ടെ, എന്ത് നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മന്ത്രിമാരുടെ പേരിൽ എന്തെങ്കിലും 1 രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം ഞങ്ങൾ അതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അഭിമാനത്തോടെ പറയുന്നത് 110 സീറ്റ് നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട്. ഞങ്ങളിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തർക്കമില്ല, അതിനുവേണ്ടിയുള്ള പോരും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും CPMലും ഇല്ല. പിണറായി വിജയൻ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. അല്ല, ഇന്നലെ MA ബേബി പറഞ്ഞത്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ പറഞ്ഞത് പിണറായി വിജയൻ നമ്മുടെ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ സജി ചെറിയാനെതിരെ പോലീസിലൊരു പരാതി പോയിട്ടുണ്ട്. അദ്ദേഹം വടക്കുള്ള ജില്ലകളിൽ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് കണ്ടാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും എന്നുള്ളതാണ് പ്രധാനമായ. അതൊരു വർഗീയമായ ചൊവ്വാതിനുണ്ട് എന്നതാണ് പ്രധാനമായ പരാതിയിൽ ഉന്നയിക്കുന്നത്. ചെങ്ങന്നൂർ പോലീസിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. സജി ചെറിയാൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെ വന്നോട്ടെ, കാരണം അത് തെറ്റിദ്ധരിക്കപ്പെട്ട് വന്ന വാർത്തയാണോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ സാധ്യത കുറവാണ്. എങ്കിലും വരട്ടെ, അത് കുറച്ചുകൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും LDF ന്യൂനപക്ഷ പ്രീണനം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനത്തിനാണ് ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന മറ്റൊരു പരാതി. ആരുടെ പരാതിയാണ്? അല്ല, പൊതുവെ പ്രതിപക്ഷമൊക്കെ ഉന്നയിക്കുന്നത്. പ്രതിപക്ഷം എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ വീണ്ടും പരാജയപ്പെടുമെന്നുള്ള കാര്യങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതിനേക്കാൾ വലിയ ആക്ഷേപങ്ങളായിരുന്നല്ലോ ഉന്നയിക്കപ്പെട്ടത്. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നത് വികസനവും രാഷ്ട്രീയവുമാണോ ചർച്ച ചെയ്യുന്നതിൽ? ഞങ്ങൾക്ക് ഈ 2 കാര്യങ്ങളിൽ എന്താ കുറവുള്ളത്, എന്താ പെശ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്? ഇതാണ് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടത്. ഏത് വികസനം നടക്കില്ല എന്ന് കരുതി കഴിഞ്ഞ UDF ഗവൺമെൻറ് ഉപേക്ഷിക്കപ്പെട്ട പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മന്ത്രിയുടെ കീഴിലുള്ള ഏത് പ്രവർത്തനമാണ് മോശമാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്? അത് മോശമാണെന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ പറ്റില്ല. ഇന്ന കാര്യം നടന്നിട്ടില്ല, നിങ്ങളുടെ പ്രകടനത്തിൽ പറയുന്ന ഇന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഞങ്ങളിതാ തീർത്തും പറയുന്നു, കേരള ജനതയുടെ മുന്നിൽ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ട പ്രകടന പത്രികയിൽ പറയുന്ന 98% കാര്യങ്ങൾ ഞങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. സാധാരണ പ്രകടന പത്രിക വലിച്ചേറി കളയുന്നതാണ്. എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് ഇത്രയും അവഗണനയും ഞങ്ങൾ സാമ്പത്തികപരമായി ഞെരുക്കിയിട്ട് പോലും ഒരു ബുദ്ധിമുട്ടും ഒരു വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ വരുത്തിയിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നതിന് വേണ്ടി കഴിയും. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾക്കേ വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഞങ്ങളെ വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അതാണ് നടക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.